ഹലോ ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് വെണ്ടക്കായ മസാല ചേർത്ത് തേങ്ങ വറുത്തരച്ച നല്ലൊരു അടിപൊളി കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. ഒരു കടായി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് 250 ഗ്രാം വെണ്ടക്കായാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. നമുക്കതിനെ വറുത്തെടുക്കണം. നീളത്തിലേക്കും കട്ട് ചെയ്താൽ മതി, അതാണ് ഭംഗി. വെണ്ടക്കായ ഏകദേശം മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കതിനെ മാറ്റി വേറൊരു പാത്രത്തിലേക്ക് വെക്കാം. മസാല തയ്യാറാക്കുന്നതിന് വേണ്ടി 3 തക്കാളി, 1 സവാള, ചെറിയ സവാളയാണ്, ഒരു 6 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് സവാള അരിഞ്ഞു വെച്ചത് നമുക്ക് വഴറ്റിയെടുക്കണം. ചെറുതായിട്ടൊന്ന് വാടിയതിന് ശേഷം, അധികമൊന്നും വഴറ്റണ്ട, ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി. ഒരു കഷ്ണം ഇഞ്ചി ചെറുതാക്കി നുറുക്കിയത്, ചതച്ച് വെച്ച വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കണം. രണ്ട് ചെറിയ സ്പൂൺ മല്ലിപ്പൊടിയും 1 ചെറിയ സ്പൂൺ മുളക് പൊടി, 1 ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി വറുത്തെടുക്കണം. ഈ സമയം വേണമെങ്കിൽ അല്പം വെളിച്ചെണ്ണ ചേർക്കാം. ഞാനിവിടെ ചേർത്തിട്ടില്ല കേട്ടോ. എല്ലാം നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് മൂടി വെക്കാം, അപ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. നമുക്ക് നാളികേരം വറുത്തെടുക്കണ്ടേ? അതിനു വേണ്ടി 1 നാളികേരത്തിൻ്റെ 1/4 ഭാഗം ചിരകിയത്, അതിലേക്കൊരു പിഞ്ച് പെരിഞ്ചീരകം, 3 കഷ്ണം ചുവന്നുള്ളി, ഒരു 3 അല്ലി വെളുത്തുള്ളി, കുറച്ച് വേപ്പില, എല്ലാം ചെറിയ തീയിലിട്ട് ഞാൻ വറുത്തെടുത്തു. തക്കാളി നല്ല കുട്ടത്തിയായിട്ട് വാടിയിട്ടുണ്ട്. നമുക്കതിലേക്ക് വറുത്തു മാറ്റി വെച്ച വെണ്ടക്കായ ഇട്ട് കൊടുക്കണം. എല്ലാം കൂടി നന്നായി യോജിപ്പിക്കണം. ഇതിലേക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിൽ, ചെറിയ നെല്ലിക്ക വലിപ്പത്തിൽ കേട്ടോ, പുളി പിഴിഞ്ഞിട്ട് ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് ഒന്ന് തിളപ്പിക്കണം. മസാലകളെല്ലാം നന്നായി ചേർന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നാളികേരം വറുത്തരച്ചത് ഒഴിച്ചു കൊടുക്കണം.
വറുത്തരച്ച എന്ത് കറിയും രണ്ട് 3 തളേ വരാൻ പാടുള്ളൂ. അതിൽ കൂടുതൽ തിളച്ചാൽ ഒരു രസം ഉണ്ടാവില്ല. നമുക്കിതിലേക്ക് കറിവേപ്പിലയും വേണമെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് ഉപ്പും ചേർത്ത് കൊടുത്ത് അടച്ച് വെക്കാം. നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. നമ്മുടെ വെണ്ടയ്ക്ക മസാല ചേർത്ത് വറുത്തരച്ച് വെച്ച കറി 2 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം തുറന്നിട്ട് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കണം. പിന്നീട് കടുകും ഉണക്കമുളകൊക്കെ വറുത്ത് ഇടണം. നല്ല ടേസ്റ്റി കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. അടുത്തൊരു സൂപ്പർ കറിയായിട്ട് ഞാൻ വേഗം വരാം. അസ്സലാമു അലൈക്കും.